ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ആയത്തുൽ കുർസി അറിയാത്തവർ വളരെ വിരളമാണ്. 5 നേരത്തെ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം എല്ലാവരും ഇത് പതിവായി ഓതാറുണ്ട്. നിത്യവും ഓതുന്നതിന്റെ ഫലങ്ങൾ: സ്വർഗം ഉറപ്പ്. ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം പതിവായി ആയത്തുൽ കുർസി ഓതുന്ന ഒരാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മരണം മാത്രമാണ് തടസ്സമായിട്ടുള്ളതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. സംരക്ഷണം: ഉറങ്ങാൻ കിടക്കുമ്പോഴും യാത്ര പുറപ്പെടുമ്പോഴും വാഹനത്തിൽ കയറുമ്പോഴും ആയത്തുൽ കുർസി ഓതുന്നത് വലിയ കാവലാണ്. മരണപ്പെട്ടവർക്കു വേണ്ടിയുള്ള ഹദിയ സവാബ്: മരണപ്പെട്ടവർക്കു വേണ്ടി ഖുർആൻ ഹത്മ് ചെയ്യുകയും യാസീൻ, ഫാത്തിഹ, ഇഖ്ലാസ് തുടങ്ങിയ സൂറത്തുകൾ ഓതി ഹദിയ ചെയ്യുകയും ചെയ്യാറുണ്ട്. അതുപോലെ ആയത്തുൽ കുർസി ഓതി ഹദിയ ചെയ്യുന്നതിനും വലിയ പ്രതിഫലമുണ്ട്. ഹദീസ് പ്രാധാന്യം: ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത്: ഒരു സത്യവിശ്വാസി ആയത്തുൽ കുർസി ഓതി അതിന്റെ പ്രതിഫലം ഖബറാളികൾക്ക് ഹദിയ ചെയ്താൽ: 1. അല്ലാഹു കിഴക്കുമുതൽ പടിഞ്ഞാറ് വരെയുള്ള ഖബറുകളിൽ പ്രകാശം ചൊരിഞ്ഞുകൊടുക്കും. 2. ഖബറാളികളുടെ കിടപ്പിടം ഖബർ വിശാലമാക്കി കൊടുക്കും. 3. ഓതിയ വ്യക്തിക്ക് 60 പ്രവാചകന്മാരുടെ പ്രതിഫലം നൽകും. 4. ഹദിയ ചെയ്യപ്പെട്ട ഓരോ മയ്യത്തിന്റെ എണ്ണത്തിനനുസരിച്ച് ഓതിയ ആൾക്ക് അല്ലാഹു പദവികൾ, ദറജ ഉയർത്തുകയും 10 നന്മകൾ വീതം രേഖപ്പെടുത്തുകയും ചെയ്യും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: തൗഹീദിന്റെ സന്ദേശം: അല്ലാഹുവിന്റെ ഏകത്വത്തെയും അവൻ എന്നും ജീവിച്ചിരിക്കുന്നവനും ഉറക്കമോ ക്ഷീണമോ ഇല്ലാത്തവനുമാണെന്ന യാഥാർത്ഥ്യവും വ്യക്തമാക്കുന്ന മഹത്തായ ആയത്താണിത്. കുട്ടികളെ പഠിപ്പിക്കുക: സ്കൂളിൽ പോകുന്ന കുട്ടികളെക്കൊണ്ട് ഇത് ഓതിപ്പിക്കുകയും അറിയാത്തവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക. നിസ്കാരശേഷം: നിസ്കാരം കഴിഞ്ഞയുടൻ എഴുന്നേറ്റു പോകാതെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുള്ള ഉത്തരം ലഭിക്കുന്ന ആ സ്ഥലത്തിരുന്നു തന്നെ ആയത്തുൽ കുർസിയും ദിക്റുകളും ചൊല്ലി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.